മഞ്ഞു പെയ്യുന്ന ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ കുന്നിനു മുകളിൽ യൂറോപ്യൻ പ്രൗഢി വിളിച്ചോതുന്ന ഗോത്തിക് ശൈലിയിൽ 1850 നിർമ്മിച്ച CSI ദേവാലയവും അതിന്റെ ചരിത്രവും ഉൾക്കൊള്ളിച്ച് ഒരു വീഡിയോ. ഈ വീഡിയോ കാണുന്ന താങ്കൾ ദയവായി ഫുൾ സ്ക്രീനിൽ കാണുക. യൂറോപ്യന്മാർ പീരമേഡ് മലനിരകളിലേക്ക് വന്ന കാലം. പാശ്ചാത്യ മിഷണറി ആയ ഹെൻറി ബേക്കർ ജൂനിയറിൽ നിന്നുമാണ് ഇടുക്കിയിലെ യൂറോപ്യൻ അധിനിവേശത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1843 മുതൽ ഹെൻറി ബേക്കർ കോട്ടയം കേന്ദ്രീകരിച്ച് മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്നു. ഹെൻറി ബേക്കറും സഹോദരൻ ജോർജ് ബേക്കറും ഹെൻറി ബേക്കറുടെ മകനായ ഹാരി ബേക്കറും കുട്ടിക്കാനം, പീരുമേട്, വണ്ടിപ്പെരിയാർ, ഏലപ്പാറ എന്നിവിടങ്ങളിലെത്തിയ അവരു കണ്ട പീരുമേട് തടം സമൃദ്ധിയുടെ താഴ്വരയായിരുന്നു. കാടും കാട്ടുമൃഗങ്ങളും കൊടും ശൈത്യവുമെല്ലാം വെല്ലുവിളി ഉയർത്തുമ്പോഴും ഇവിടുത്തെ വളക്കൂറുള്ള മണ്ണിനെക്കുറിച്ചും കാർഷിക സാധ്യതകളെക്കുറിച്ചുമാണ് ഹെൻറി ബേക്കർ ചിന്തിച്ചത്. തുടർന്ന് അദ്ദേഹം തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ രണ്ടാമനെ സമീപിക്കുകയും തന്റെ മകനായ ഹാരി ബേക്കർക്ക് കൃഷി ചെയ്യാൻ ഈ പ്രദേശം സൗജന്യമായി നേടുകയും ചെയ്തു. അങ്ങനെ പീരുമേടും പരിസര പ്രദേശങ്ങളും സമൃദ്ധിയുടെ താഴ്വരയായി മാറി. 1890കളുടെ അവസാനമായപ്പോൾ പീരുമേട് താലൂക്കിൽപ്പെട്ട എല്ലാ സ്ഥലങ്ങളും തേയിലത്തോട്ടങ്ങളായി. അങ്ങനെ ധാരാളം ബ്രിട്ടീഷ് പ്ലാന്റർമാർ പീരുമേട് മലനിരകളിൽ തോട്ടങ്ങൾ സ്ഥാപിച്ചു. പിന്നീട് പീരുമേട് വിട്ട് ഹെൻറി ബേക്കറുടെ പുത്രി ഭർത്താവായ ജോൺ ഡാനിയൽ മൺറോ, അതായത് JD മൺറോ, തന്റെ സന്തത സഹചാരിയായ ഡൗണി എന്ന വെള്ളക്കുതിരയുടെ മേൽ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ മൂന്നാറിലും തോട്ടങ്ങളും ഫാക്ടറികളും തീവണ്ടി സർവീസും റോപ്പ് വേ സംവിധാനവും എല്ലാം ഉണ്ടാക്കി JD മൺറോ മൂന്നാറിന്റെ ശില്പിയായി മാറി. എന്നാൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച തോട്ടങ്ങളിൽ അവർ ആരാധനയ്ക്കായി ദേവാലയങ്ങൾ സ്ഥാപിച്ചു. പീരുമേട് താലൂക്കിൽപ്പെട്ട കൊക്കയാർ പഞ്ചായത്തിൽ നാരകം പുഴയിൽ മണിമലയാറിന്റെ തീരത്ത് 1852 ഹെൻറി ബേക്കർ നിർമ്മിച്ച സെന്റ് ലൂക്ക് CSI ചർച്ചാണ് ജില്ലയിലെ ആദ്യത്തെ പള്ളി. കുട്ടിക്കാനം പള്ളിക്കുന്നിൽ 1869 സെന്റ് ജോർജ് CSI പള്ളി ഹെൻറി ബേക്കർ സ്ഥാപിച്ചു. മൂന്നാർ മലമുകളിൽ 1910 ദേവാലയം സ്ഥാപിച്ചു. 1952 ചീന്തലാറിൽ JM വിൽക്കി സാഹിബ് ഗോത്തിക് ശൈലിയിൽ സെന്റ് ആൻഡ്രൂ CSI പള്ളിയും സ്ഥാപിച്ചു. എന്നാൽ ഇതിനെല്ലാം മുൻപ് വണ്ടിപ്പെരിയാറിൽ CSI പള്ളി സ്ഥാപിതമായത് 1850 ബ്രിട്ടീഷുകാർ മഞ്ഞു പെയ്തിറങ്ങുന്ന വണ്ടിപ്പെരിയാർ കുന്നിന് മുകളിൽ ആരാധനയ്ക്കായി ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച ദേവാലയമാണിത്. 1924 പുതുക്കി പണിതു. 1924 ആഗസ്റ്റ് 24 റൈറ്റ് റവറന്റ് ഡോക്ടർ CH ഗിൽ DD ബിഷപ്പാണ് ദേവാലയം കൂദാശ ചെയ്തത്. അന്നത്തെ ഉദ്ഘാടന ഫലകം ഇന്നും കെട്ടിടത്തിന്റെ ഭാഗമായി കാണാം. 1947 മദിരാശി റായ്പേട്ടയിൽ ആംഗ്ലിക്കൻ സഭ, മെത്തഡിസ്റ്റ് സഭ, പ്രസ്ബിറ്റീരിയൻ സഭ, കോൺഗ്രിഗേഷണൽ സഭ എന്നിങ്ങനെ വ്യത്യസ്ത പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭകൾ ഒന്നുചേർന്ന് ദക്ഷിണേന്ത്യ ഐക്യസഭ രൂപമെടുത്തു. ഇവയിൽ പ്രസ്ബിറ്റീരിയൻ സഭയും കോൺഗ്രിഗേഷണൽ സഭയും 1908 തന്നെ ഒത്തുചേർന്ന് സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ച് SIUC എന്ന സഭ രൂപവൽക്കരിച്ചു. അതിനാൽ 1947 നടന്നത് ആംഗ്ലിക്കൻ സഭ, മെത്തഡിസ്റ്റ് സഭ, SIUC എന്നിവയുടെ ലയനമായിരുന്നു. 1850 സ്ഥാപിച്ച പ്രാർത്ഥനാലയം 1924 വണ്ടിപ്പെരിയാറിലെ പുരാതന ദേവാലയമായ CSI ചർച്ചായി മാറി. പലപ്പോഴായി ദേവാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ച പുരോഹിതരുടെ ഓർമ്മ നിലനിർത്തുന്ന തരത്തിലുള്ള ശിലാഫലകങ്ങൾ ഇന്നും ദേവാലയത്തിൽ ഉണ്ട്. പഴമയുടെ സൂക്ഷിപ്പുകളായി വൈദിക പീഠങ്ങൾ, ഹാർമോണിയം, കാസ, പീലാസ, ഓസ്തിപാത്രം തുടങ്ങിയവ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു.
ചരിത്രം തേടിയുള്ള ഞങ്ങളുടെ യാത്ര വണ്ടിപ്പെരിയാർ CSE പള്ളിയിലാണ് എത്തിയത്. നിറച്ചിരിയോടെ ഞങ്ങളെ ദേവാലയത്തിന്റെ ചുമതലയുള്ള പ്രസ്ബിറ്റർ റവറൻഡ് ഡോക്ടർ KD ദേവസ്യ ഓഫീസ് റൂമിലേക്ക് ക്ഷണിച്ചു. വന്ന കാര്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അതീവ താല്പര്യത്തോടെ ഞങ്ങൾക്കൊപ്പം ദേവാലയവും അതിൻ്റെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു തന്നു. ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കണ്ടതിൽ വ്യത്യസ്തമായത് ദേവാലയത്തിൻ്റെ ജനലുകളാണ്. അകത്ത് ചില്ലിട്ട ജനൽപ്പാളി ദേവാലയത്തിലേക്ക് തുറക്കുന്നു. അതിനുശേഷം തടിയിൽ തീർത്ത ജനൽപ്പാളി പുറത്തേക്കും തുറക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ നല്ല തണുപ്പും മഞ്ഞും മഴയും കാറ്റുമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ജനൽ തുറന്നിടാൻ പറ്റില്ല. അപ്പോൾ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെളിച്ചം കടന്നു വരാനാണ് ചില്ലുകൊണ്ടുള്ള ജനൽപ്പാളികൾ നിർമ്മിച്ചിരിക്കുന്നത്. തടി കൊണ്ട് പുറത്തേക്ക് തുറക്കുന്ന ജനൽപ്പാളികൾ തുറന്നു കഴിഞ്ഞാൽ അകത്തുനിന്നും അടയ്ക്കാവുന്ന തരത്തിലുള്ള ചില്ലിട്ട ജനൽപ്പാളികൾ അടച്ചു കഴിഞ്ഞാൽ വെളിച്ചവും ഉള്ളിലേക്ക് കടന്നു വരും. മഞ്ഞും കാറ്റും തണുപ്പും ദേവാലയത്തിലേക്ക് കടക്കില്ല എന്നതാണ് ഇതിന്റെ ഗുണം. ഇത് ഈ ഓർഗൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിത് അത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അത് ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ മാത്രമാണ് അതിൻ്റെ എയർ ശരിയാവണ്ണം വരുമ്പോഴാണ് ഇത് നമുക്കത് പ്ലേ ചെയ്യാൻ കഴിയുന്നത്. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഓർഗനാണ്, ചവിട്ട് ഓർഗനാണ്. ഇത് ഇപ്പോഴും നമ്മൾ എനിക്കൊന്ന് കുറച്ചൊന്ന് മെയിൻ്റനൻസ് വർക്കോടെ നടത്തി കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യും. എങ്കിലും ഇത് വായിക്കാൻ വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ ആ വർഷത്തിൻ്റെ പഴക്കം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഓർഗനാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം വന്നു കഴിയുമ്പോഴത്തേനും വ്യത്യസ്ത ഓർഗൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞതിനാലാണ് യഥാർത്ഥത്തിൽ ഇതിപ്പോൾ നമുക്ക് വേണ്ട പോലെ ഭംഗിയായിട്ട് ഇപ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത. അല്ലെങ്കിൽ ഇത് നമുക്ക്, പക്ഷേ ഇതിൻ്റെ ആ ഭംഗിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ശബ്ദത്തിനോ ഒന്നും വലിയ വ്യതിയാനം സംഭവിച്ചിട്ടില്ല. ചില കട്ടകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ചിലത് വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇതും ആ കാലഘട്ടത്തിലെ സാധനങ്ങളായത്, പക്ഷേ ഇതിൻ്റെ പഴക്കം നമുക്കറിയത്തില്ല. ഇതാണ് കാസ, ഇത് പഴക്കമുള്ള നിശ്ചയിക്കാൻ പറ്റത്തില്ല. അല്ല, ഈ മോഡലിലുള്ള ഇങ്ങനെ ഇതൊന്നും ഉള്ളതൊന്നും ഇപ്പം അവൈലബിൾ അല്ല. ഇതിൻ്റെ കൂടെയുള്ള ഇതാണ് പീലാസ. ഇത് വേഫർ അവർ കൊണ്ടുവരുന്ന, അതായത് കൈക്കാരന്മാരാരെങ്കിലും ആരാധന സമയത്ത് അവിടെ വാട്ടർ കൊണ്ടെത്തിക്കുന്നത് ഇതിനകത്താണ്. പഴയ കാലത്തെ 100 വർഷങ്ങൾക്ക് മുകളിൽ ഒരു പക്ഷേങ്കിൽ 1850 കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചിരുന്ന കല്ലു പതിപ്പിച്ച കാസ, പീലാസ, ഓസ്തിപാത്രം തുടങ്ങിയവയാണ് ഇത്. ചുണ്ണാമ്പും സുർക്കിയുമാകാം ഈ ദേവാലയം പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ദേവസ്യ അച്ഛൻ 100 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു സെമിത്തേരി കൂടി കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞു. സെമിത്തേരിയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിർമ്മിച്ച ഒരു കുരിശുകൂടി ഉണ്ട്. 1850 കാലഘട്ടത്തിൽ തന്നെ ഈ സെമിത്തേരി ഉണ്ടെന്ന് പഴമ പറയുന്നത്. അഞ്ഞൂറിൽ പരം കുടുംബങ്ങൾ ആരാധിച്ചു വരുന്ന ഈ ദേവാലയത്തിൽ ഞായറാഴ്ചകളിൽ രാവിലെ 6:30-നും 9 മണിക്കുമായി തമിഴ്, മലയാളം 2 ഭാഷകളിൽ ആരാധന നടന്നുവരുന്നു. കൂടാതെ എല്ലാ മാസത്തിന്റെയും ആദ്യ വെള്ളിയാഴ്ചകളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഉപവാസ പ്രാർത്ഥനയും നടന്നുവരുന്നു. ബ്രിട്ടീഷ് പ്രൗഢി വിളിച്ചോതുന്നതും
ചരിത്രശേഷിപ്പുകൾ ഇന്നും അതിന്റെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കുന്ന ഈ ദേവാലയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ പകർന്നു നൽകിയ ഒരു വലിയ ഇടവകയുടെ ചുമതലയുള്ളതും വലിയ ഉത്തരവാദിത്തങ്ങൾ തന്റെ ചുമലിൽ പേറുന്ന തിരക്കുള്ള വ്യക്തിയായിരുന്നിട്ടും ഞങ്ങളോട് കാണിച്ച ആതിഥ്യ മര്യാദയ്ക്കും ആദരവിനും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്ന് പറയാം, ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ഇടയന് മാത്രമേ ഇങ്ങനെയൊക്കെ സഹകരിക്കാൻ പറ്റുകയുള്ളൂ. ഈ ഇടവകയിലുള്ളവരിലും ഈ ഭാവം പ്രകടമാണ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ പുത്തൻ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.